പിന്നെ പ്രതിസന്ധി, സമസ്തക്ക് പ്രതിസന്ധി വന്നു എന്നാരും പറയാൻ പാടില്ല. അത് ഒരു വർക്കത്തുള്ള അതുപോലെ തന്നെ മഹാന്മാരായിട്ടുള്ള ആളുകളുടെയൊക്കെ നോട്ടമുള്ള, ഇപ്പോഴും അവരൊക്കെ നോക്കിക്കൊണ്ട് ഇതിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ്. പ്രതിസന്ധിയല്ല ഇത്, അത് ശുദ്ധികലശമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിന് മുമ്പും ഇതുപോലെയുള്ള ശുദ്ധികലശങ്ങളൊക്കെ നടന്ന് അവർക്ക് പോയി. ഇപ്പോഴും ഇത് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ദീർഘനാളത്തേക്ക് പോവും. നമ്മളിപ്പം ഇവിടെ വെള്ളപ്പൊക്കം വന്നു, ഇന്നിപ്പോൾ ആ വിഷയം നമ്മളാരും ചിന്തിക്കുന്നില്ല. കേരളത്തിലൊക്കെ പ്രളയം വന്ന് കുറേ ഇനി അങ്ങോട്ട് എന്ത് എന്ന് ആലോചിച്ചുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആ വെള്ളം കയറിയ സ്ഥലത്തൊന്നും ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടെയൊക്കെ 2, 3, 10 വീടുകൾ പിന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ കോവിഡ് വന്നിട്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നമ്മളാരും വിറ്റാമിൻ മരുന്നുകൾ കഴിക്കുന്നില്ല. എല്ലാവരും കൂട്ടമായിട്ട് എല്ലായിടത്തും പോകുന്നുണ്ട്. കോവിഡ് വന്നപ്പോൾ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ മറന്നു, കാരണം അതിലും വലുതൊന്നും വരാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇനി 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. അതിൽ നിൽക്കുന്ന ആളുകൾ സത്യത്തിൽ ശുദ്ധിയുള്ള ആളുകളായിരിക്കും. അത് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം കൊണ്ടും. മറ്റുള്ള ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരു സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയുടെ ഉള്ളിലുള്ള, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുഷാവറ അംഗങ്ങൾ 40 അംഗങ്ങൾ എടുത്ത, അവർക്ക് ബോധ്യപ്പെട്ട, വർഷങ്ങളോളം അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനുള്ള തെളിവുകളൊക്കെ കണ്ട് ഒരു തീരുമാനം എടുത്തിട്ടാണ് ഒരു വ്യക്തിയെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തത്. അതാണ് സംഘടനയുടെ രീതി. ഏത് സംഘടന